ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കന്യാകുമാരിയിൽ മൂന്നാമത്തെ ദിവസമാണ്. ഇന്നിവിടെ വലിയ ചൂടൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇടിയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റാണ് ഇവിടെ. ചൂടൊട്ടുമില്ല. ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്, എന്നിട്ടും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മണി മെസ്സിലാണ് കേട്ടോ പോകുന്നത്. ഒരു മസാല ദോശയും ഒരു പൂരി സെറ്റും ആട്ടോ ഓർഡർ ചെയ്തത്. മസാല ദോശ വന്നു, ഞാൻ കഴിച്ചു നോക്കി, കുഴപ്പമില്ല, നല്ല കൂട്ടത്തിൽ സാമ്പാറും ഉണ്ട്, വൈറ്റ് ചട്നി ഉണ്ട്. ഉള്ളുന്നൂടെ തണുത്തുപോയി. നല്ല വലിയ പൂരിയ, ഭയങ്കര തിന്നായിട്ട് അങ്ങനെ പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. മസാല ദോശയുടെ സെയിം മസാലയാണ് കേട്ടോ പൂരിക്ക്. പൂരിയിൽ നല്ല ഓയിൽ നിൽപ്പുണ്ട്, പക്ഷെ ടേസ്റ്റ് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് മസാല ദോശ നല്ല ഇഷ്ടമായത്. പൂരി നല്ലതാണ്, പക്ഷെ കുറച്ചുകൂടെ നല്ലത് മസാല ദോശ. നമ്മൾ കന്യാകുമാരി മ്യൂസിയം കാണാൻ വേണ്ടി വന്നേക്കും കേട്ടോ. ടിക്കറ്റ് ഒക്കെ എടുത്തു. നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ 100 രൂപയാണ്, അല്ലാണ്ട് ഒരാൾക്ക് 5 രൂപയുള്ളൂ ടിക്കറ്റ്. അഡൽട്സിന് 5 രൂപ, പിന്നെ ചിൽഡ്രൻസിന് 3 രൂപയുള്ളൂ, ഫോറിനേഴ്സിന് 100 രൂപ, ഫോട്ടോ മാത്രമാണെങ്കിൽ 20 രൂപയും, പിന്നെ സ്റ്റുഡൻസിനാണെങ്കിൽ ഫ്രീയുമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി കാണാവേ. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു, 120 രൂപയായി. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കാണാം. വരുമ്പോൾ തന്നെ കേട്ടോ ഇവിടെ ഡൈനോസറിൻ്റെ ഒരു സംഭവം കൊണ്ട് മഴ പെയ്തു തുടങ്ങി കേട്ടോ. 2 ദിവസം നല്ല ചൂടുണ്ടായിരുന്നു, ഇപ്പോൾ മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങി. കണ്ടോ, ഇവിടെ വരുമ്പോൾ കുഞ്ഞു ഇതൊക്കെ ഉണ്ട് കേട്ടോ, പ്രതിമകൾ കണക്ക്. അതിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുമുണ്ട്. ഇത് ഒത്തിരി വർഷം പഴക്കമൊക്കെ ഉള്ളതാണ് കേട്ടോ. AD ഇത് 1900, പിന്നെ ഇത് 1600, അങ്ങനെയൊക്കെ. പിന്നെ കണ്ടോ കൽമണ്ഡപം കണക്കൊരു സംഭവം. പക്ഷെ ഇതൊന്നും ഇങ്ങനെയല്ല സൂക്ഷിക്കേണ്ടത്, നല്ല രീതിക്ക് അകത്ത് അല്ലേ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കണമായിരുന്നു. ഇതിപ്പം മഴയത്തും വെയിലത്തും ഒക്കെ ഇരുന്നിട്ട് ചീത്തയായിപ്പോൾ. പിന്നെ കല്ലായതുകൊണ്ടായിരിക്കും അവരിങ്ങനെ റഫായിട്ട് വച്ചേക്കുന്നത്. അതിന് വലിയ കേടുപാടുകൾ വരത്തില്ലല്ലോ. ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇത് ഇവിടെയായിട്ട് കയറുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റൊക്കെ മഴ നനഞ്ഞ് കുതിർന്നു. അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബാ, ഇവിടെ കണ്ടോ മാപ്പാണ് കേട്ടോ. ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള രൂപങ്ങളാണ്, തടിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് രാമനാഥപുരം ഡിസ്ട്രിക്റ്റിൽ നിന്ന് കിട്ടിയതാണ്. 1800 CE ആ കാലഘട്ടത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് കുത്തുവിളക്കും, പിന്നെ അങ്ങനെ കുറച്ച് ചെമ്പിൻ്റെ കുറച്ച് സംഭവങ്ങളാണ്. പണ്ട് കാലത്തെ ചീപ്പാണ് അത് കണ്ടോ, കോമ്പ്. സൂം ചെയ്ത് കാണിച്ചത്. ഇത് നാഞ്ചിൽ നാടു എന്ന് പറയുന്ന സ്ഥലത്ത് ആൾക്കാർ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അവർ ഈ അടുക്കളയിലൊക്കെ ഉപയോഗിച്ചേക്കുന്നില്ല, ചിരവയുണ്ട്, പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഭരണിയുണ്ട്, പുട്ടുകുറ്റിയുണ്ട്, കണ്ടോ. പിന്നെ പാനകളാണ് ഇതൊക്കെ അവർ കറി വെച്ചുകൊണ്ടിരുന്ന ഇത് ചട്ടി. ഭരണിയുണ്ട് അതിനകത്ത്. ഇതൊക്കെ റോക്സ് ആൻഡ് മിനറൽസാണ് ദേ ഇവിടെ ഉള്ളത്. തൃച്ചി ഡിസ്ട്രിക്റ്റിൽ നിന്നും ഗുജറാത്ത് സ്റ്റേറ്റിൽ നിന്നും പിന്നെ സേലം ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്തത് അവർ. ഇത് കണ്ടോ, ഇത് പണ്ടത്തെ ത്രാസും തുലാസുമാണ്, വെയിറ്റ് നോക്കുന്ന സംഭവം. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട് അത്. ഇത് 10 കിലോ ആണെന്ന് തോന്നുന്നു. എൻ്റെ അപ്പോൾ അങ്ങ് താഴോട്ടുള്ളതൊക്കെ 100 കിലോ. ഇത് ഡോൾഫിനാണ്. എന്തോ ഒരു മെറ്റീരിയൽ കൊണ്ട് ചെയ്തേക്കുന്നതാണ്, ഒറിജിനൽ അല്ല. ഈ പക്ഷികളൊക്കെ സ്റ്റഫ് ചെയ്തതാണ് കേട്ടോ. പാമ്പും അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. ഈ മയിലൊക്കെ കണ്ടോ, ഇതൊക്കെ സ്റ്റഫ് ചെയ്തത് തന്നെ. പിന്നെ ഇവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലേ നമ്മുടെ കേരളത്തിൻ്റെ സ്പെഷ്യൽസ് ഒക്കെ ഉണ്ട്. ഇത് ചിപ്സ് ഉണ്ട്, പഴം ബജ്ജി ഉണ്ട്, പിന്നെ അപ്പം ഉണ്ട്, അവല്, പിന്നെ പാം ഫ്രൂട്ട് ജ്യൂസ്, പിന്നെ കന്യാകുമാരി പുട്ട്. ഇത് തമിഴ്നാട്ടിലെയാണോ അപ്പോൾ? അയ്യോ, അപ്പോൾ ഇതൊക്കെ തമിഴ്നാട്ടിലെ സ്പെഷ്യൽസ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ സെയിം സാധനങ്ങളാണല്ലോ സ്പെഷ്യൽ.
കന്യാകുമാരി പണ്ട് കേരളത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ, അപ്പം പിന്നെ കുഴപ്പമില്ല, വിട്ടയക്കുന്നു, ക്ഷമിച്ചേക്കുന്നു. കന്യാകുമാരിയിലെ പണ്ടത്തെ മുഖങ്ങളും അവിടുത്തെ സ്പെഷ്യലും അങ്ങനെ. എൻ്റെ അമ്മ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി അമ്മൂമ്മ നിൽക്കുന്ന കണ്ടിട്ട്. ഇത് കണ്ടിട്ട് റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന ഒരു അമ്മാമ്മയുടെ ഒരു രൂപം. ഇത് കണ്ടോ പവിഴപ്പുറ്റ്. ആ പവിഴപ്പുറ്റൊക്കെ ഒറിജിനലാ, ശംഖുമൊക്കെ ഒറിജിനലാ, പക്ഷെ മീനൊന്നും ഒറിജിനൽ ആയിരിക്കത്തില്ല എന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇത് തിമിംഗലത്തിൻ്റെ ബോൺസ് ആണ് കേട്ടോ. ഇത് ലോവർ ജോ, റിബുണ്ട്, വെർട്ടബ്ര ഉണ്ട്. എൻ്റെ അമ്മ, അതെ ഈ നടുക്കൂടെ വരത്തില്ലേ മുള്ള്, അതാണ് ഈ സാധനം. കൊള്ളാം. എൻ്റെ അമ്മ കിഡു സാധനം. ഇത് പണ്ടത്തെ തേരാണെന്ന് തോന്നുന്നു, അതായത് കുതിരയൊക്കെ കൊണ്ടുപോകത്തില്ലേ, ആ സാധനമാണോ? അയ്യോ, അതോ അമ്പലത്തിൽ എങ്ങനെ എടുക്കുന്ന അതാണോ കുതിര എടുപ്പെന്ന് പറയുന്നത്, ആ സാധനമാണോ ഇത്? എന്താന്ന് നോക്കട്ടെ ഞാൻ. ടെമ്പിളിൽ തേരെടുക്കുന്ന സംഭവം ഈ കുതിര എന്നൊക്കെ പറയത്തില്ലേ, ഈ അമ്പലത്തിൽ ഉത്സവത്തിന് കുതിര എടുപ്പെന്ന് പറയത്തില്ലേ, ആ സാധനം. അയ്യോ, ഇതിൻ്റെ വർക്കൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ, ഭയങ്കര നല്ല ഫിനിഷിങ്ങാണ് ഇങ്ങനെ അടുത്ത് നോക്കുമ്പോൾ. ഇത് കണ്ടോ, ഇത് അമ്പലത്തിൽ ഒക്കെ ഉള്ളൊരു സ്ട്രക്ചറാ. സമുദ്രഗുപ്ത കോയിൻ, ഗോൾഡ് ദിനാറ്, പാണ്ഡ്യ കോയിൻ, ട്രാവൻകൂർ കോയിൻ, ചേര കോയിൻ, ചോള കോയിൻ, ഇതൊക്കെ ഉണ്ട്. പഗോഡ, ഹാഫ് പഗോഡ കോയിൻസ് ഉണ്ടോ അതൊക്കെ. അയ്യോ, നല്ല രസമുണ്ട്. ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചേ. ഇതൊക്കെയാണ് പണ്ട് കാലത്തെ തമിഴ്നാട്ടിലേക്കുള്ള കോയിൻസ്. ഇത് കാനൻ ബോൾസ് ആണോ, ഉദയഗിരി ഫോർട്ടിലെ ഇത്. പിന്നെ കണ്ടോ വാളും അരിവാളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണോ, തമുക്ക്, ഡ്രം, നാഗസ്വരം, അങ്ങനെയൊക്കെ കുറേ സംഭവം. തപ്പട്ടായി, അത് തപ്പട്ടായി. ഇത് പഞ്ചാങ്കി, മയിലിൻ്റെ കണക്കുണ്ട് പഞ്ചാങ്കി, തവിൽ, അങ്ങനെയൊക്കെ. ഇത് കണി എന്ന് പറയുന്ന ട്രൈബിൻ്റെ വീടിൻ്റെ രൂപകൽപ്പന, പിന്നെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെയൊക്കെയാണ് കേട്ടോ. അത് കണ്ടോ ഒരു കൊട്ട പോലത്തെ, അത് ഫിഷിങ്ങിന് വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാ. ഇത് ബെറ്റൽ നട്ട് ബോക്സ്, അങ്ങനെ കുറച്ച് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന അമ്പ്. ഇതാണ് കോയിൻ കൗണ്ടിങ് ട്രേ. കാണുമ്പോൾ നമ്മുടെ ഈ മഞ്ചാടിയൊക്കെ കളിക്കുന്ന ആ സംഭവം കണക്കുണ്ട്, പക്ഷേ ഇത് കോയിൻ കൗണ്ട് ചെയ്യുന്ന ട്രേ ആണ്. അപ്പോൾ ഇത്ര വലിപ്പം ഉണ്ടായിരിക്കുള്ളായിരിക്കും കോയിൻസിന് അല്ലേ. അപ്പോൾ ഈ മ്യൂസിയത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു മ്യൂസിയമാണ് കേട്ടോ. നമ്മൾ കന്യാകുമാരി ബീച്ചിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ചെറിയ രീതിയിൽ മഴയുണ്ട്, പിന്നെ കടൽ ഭയങ്കര പ്രക്ഷോഭമാണ് കേട്ടോ. അല്ല, പ്രക്ഷോഭമാണ്, എന്തോ കടൽ ഇച്ചിരി വയലൻസിലാണ് കേട്ടോ. ആരും കുളിക്കാനൊന്നും ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും രാവിലെ കുളിക്കാനൊക്കെ ഇറങ്ങുന്നതാണ്, പക്ഷേ ഭയങ്കര തിരയൊക്കെ ഉണ്ട്. മഴയൊക്കെ വരുന്ന കാരണമേ വലിയ രീതിക്ക് മഴയില്ല, ചെറിയ രീതിക്കൊക്കെ ഉള്ളൂ മഴ, പക്ഷെ നല്ല വൈബാണ് കേട്ടോ ഇങ്ങനെ ഇരുണ്ടൊക്കെ കിടക്കുന്ന സമയത്ത് ഈ കന്യാകുമാരി കാണാനായിട്ട്. ഈ കടലിലെ വെള്ളപ്പത കണക്ക് എന്തോ സാധനം അടിയുന്നുണ്ട് അവിടെ. ஆம்பளை பிறந்தா அப்பா வீட்டுக்கு ராஜா, பெண்ணா பிறந்தா கெட்டிய வீட்டுக்கு மகாலட்சுமி. அது இந்த கோடிஷா வருது. படிப்பு எதுவும் படிப்பு இதெல்லாம் வேலை உண்டு. இப்போ வேலையோட முடிஞ்சு கூட வேலை கிடைக்கும். மக்க ராசி 2 தான், 4 மக்களுக்கு இருக்குது, ஆனால் 2 தான் பெற்றெடுப்பேன். ஒரு ஆணும் ஒரு பெண்ணுக்கு. கம்பியோட பிடிச்சி வெளியே போயிருக்கு. பல பேர் கண்ணு நாடிகள்லாம் வலிக்கும், கலவு பூரா உழுந்து போயிடும். 2 தலையை சுற்றி தலையை சுற்றி விட்டு 50 கும்பிட்டு போய் நல்லதே நடக்கும். இந்த வேருக்கு எந்த இல்லை, 500 தான் ஆகும். 1000 ரூபாய் கொடுத்து 500 கொடுத்தா போகும். நல்ல போனால் சீரியே இருக்கேன் சொல்லி அவர் சொல்லி பார்க்கறதுக்கு வேறு அவ்வளோ இருக்குது. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കൈനോട്ടത്തിൽ അങ്ങനെയൊന്നും എനിക്ക് വിശ്വാസമില്ല കേട്ടോ. പക്ഷെ ഇന്നലെ ഞാൻ ഈ തത്ത ഒരു കാറിൻ്റെ അടുത്ത് പറയുമല്ലോ, അവിടെയും പോയി. ഇന്നിപ്പോൾ ഈ അമ്മാമ്മയുടെ അടുത്ത് കൈനോട്ടത്തിൻ്റെ അവിടെയും പോയി. ഇപ്പം രണ്ടുപേരും പറയുന്ന സെയിമാ,
അതായത് ഞാൻ ആണായിട്ട് ജനിക്കാനുള്ളതാണെന്നും പിന്നെ ആണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഞാൻ വീട്ടിലെ മഹാരാജാവൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ ഏത് വീട്ടിലാണോ കല്യാണം കഴിഞ്ഞ് പോകുന്നത് അവിടുത്തെ വീട്ടിനാണ് നല്ലതെന്നും അവിടെ ഞാൻ മഹാറാണിയായിട്ട് ജീവിക്കും, പിന്നെ ഭയങ്കര പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും, അങ്ങനത്തെയൊക്കെയുള്ള കാര്യം അതൊക്കെ ഉള്ളതാണ് സത്യം. അല്ല ദേഷ്യത്തിൻ്റെ കാര്യം ബാക്കിയൊക്കെ എനിക്കറിയാൻ പാടില്ല. കറക്റ്റ്. എനിക്ക് ആദ്യം ജനിക്കാൻ പോകുന്നത് ആൺകൊച്ചാന്ന് ഇന്നലെ ഞാൻ നോക്കിയായിരുന്നു കാർഡ് എടുത്തിട്ട്, ഒരു തത്തമ്മ കാർഡ് എടുത്തിട്ട്. ആ അപ്പനും പറഞ്ഞു എനിക്ക് ആദ്യം ജനിക്കാൻ പോകുന്ന ആൺകൊച്ചാന്ന്. ഈ അമ്മാമ്മയും പറഞ്ഞു ആൺകൊച്ച. ഈ രണ്ടുപേരും പറയുന്ന സെയിം ആട്ടോ. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? കണ്ടോ അവിടെ ഒരു മയിൽ തെങ്ങിൻ്റെ മുകളിൽ. ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാലേ നമ്മൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് കടലൊക്കെ നോക്കുന്നത് ഭയങ്കര രസമാണ്. 2 മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം മാംഗോ ഡുവറ്റും പിന്നെ ഒരെണ്ണം കോൺ ഐസ്ക്രീം ആട്ടോ ചോക്ലേറ്റിൻ്റെ. ഇവിടെ നമുക്ക് കിട്ടുന്ന ബ്രാൻഡിൻ്റെ ഒന്നും നമുക്ക് അറിയാം, കേട്ട് കഴിയുമ്പോൾ പോലും ഇല്ലാത്ത ബ്രാൻഡുകളാണ്. ശരണ്യ, പിന്നെ ഇതാണെങ്കിൽ ഇതും ശരണ്യ. ഇതൊക്കെ വയറിൻ്റെ പണി വരുമോന്നൊന്നും അറിയത്തില്ല. കുറേ നാളിന് ശേഷമാണ് കോൺ ഐസ്ക്രീം കഴിക്കുന്ന. ഇത് ഒറിജിനൽ അല്ലേ? നല്ല സ്മെല്ലുണ്ട്. ഒറിജിനലാ. സ്റ്റാർഫിഷ് ആണോ? ഇത് കൊള്ളാം. ഈ ശങ്കിലേ സൗണ്ട് കേൾക്കുന്നു കേട്ടോ പറയുന്നത് ശരി വെക്കുമ്പോ. ആണ് മുഴക്കമുണ്ട്. കൊള്ളാം. ഇത് 200 ഇതൊക്കെ 40 കേട്ടോ. സ്റ്റാർഫിഷില്ലേ അതിനും 40. ഈ ശംഖ് ഊതുമ്പോഴാട്ടോ സൗണ്ട് വരിക. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ ഊതുന്ന കേട്ടിട്ടില്ലേ, ആ ശംഖ. എനിക്ക് ഊതാൻ അറിയത്തില്ല. ഞങ്ങൾ പെട്ടു. സാപ്പാപ്പ സാധനം മേടിക്കാണ്ട് വിടുന്നില്ല. ഇത് മറ്റേ സൗണ്ട് കേൾക്കുന്നില്ലേ ശംഖ്, അത് ഇതിന് വീട്ടിൽ പോയിട്ട് ഊതി ഞാൻ പഠിച്ച് എന്തെങ്കിലും കേൾപ്പിക്കുന്നതായിരിക്കും. ഇതെനിക്കറിയാൻ മേല. ഇത് ഗണപതി ശംഖ്, ഇത് ചിരഞ്ജീവി ശംഖ്, ഇതപ്പോൾ കുബേര ശംഖ്. അപ്പോൾ ഈ 3 ശംഖും കൂടെ എക്സ്ട്രാ ഉണ്ട്. ഇനി കുറേ വെറൈറ്റി ശംഖുകളുണ്ട്. ഞാൻ അതിൻ്റെ പേര് ഇപ്പോൾ ചോദിച്ച് പറഞ്ഞുതരാം. നമ്മളെ ഈ കന്യാകുമാരിയിൽ വരുമ്പോഴത്തേനും ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ശംഖ് വിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഈ അങ്കിളാണെങ്കിൽ സ്വന്തമായിട്ട് ബോട്ടുണ്ട്, പോയി പിടിക്കുന്ന ഇതൊക്കെ, ഇത് പോയിട്ട് കളക്ട് ചെയ്യുന്ന, കടലിൽ പോയി കളക്ട് ചെയ്യുന്ന ഇതൊക്കെ എവിടെ പോയാലും ഉണ്ടാവും. ഒത്തിരി ഇത് കണക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്നുണ്ട്. ഇത് കൊണ്ട് ചെല്ലുമ്പോൾ അമ്മ വീട്ടിൽ കയറ്റുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, എന്നാലും കൊണ്ടുപോകാം. ബാ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനും മണിമസി തന്നെ കേട്ടോ വന്നേ. അപ്പം ഇതെന്തോ സ്പിന്നഷിൻ്റെ ഒരു തോരന. ഇത് നല്ല ടേസ്റ്റുണ്ട്. നമ്മുടെ നാട്ടിലെ കൂട്ടുകറിയുടെ ഒരു ടേസ്റ്റാണ്. പിന്നെ അച്ചാറുണ്ട്, പപ്പടമുണ്ട്, മീൻ കറിയുണ്ട്, ഒരു കുഞ്ഞു പീസ് മീനും കിട്ടി, സാമ്പാറുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി മോരും കൂടെ കഴിക്കാൻ പോലെ രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫിഷ് ഫ്രൈ ഒന്നും ഇല്ല സ്പെഷ്യലായിട്ട്, പക്ഷെ മുട്ട വറുത്തതുണ്ടെന്ന് പറഞ്ഞപ്പം അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരും. ഇത് വടക്കറിയാണ്, അല്ല സോയാബീൻ ഇട്ട കറിയാണ്. സോയാബീൻ ഉണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത തമിഴ്നാട് സ്റ്റൈൽ മീല കേട്ടോ, വലിയ കുഴപ്പമില്ല. അങ്ങനെ ഫൈനലി നമ്മൾ കന്യാകുമാരി പര്യടനമൊക്കെ നടത്തി നാട്ടിലോട്ട് തിരിച്ചു പോവാം കേട്ടോ. ഇവിടുന്ന് ഒരാൾക്ക് 20 രൂപയുള്ളൂ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്. പക്ഷെ പാസഞ്ചറാണ് കേട്ടോ. കന്യാകുമാരി പുനലൂർ പാസഞ്ചറില്ലേ, അതാണ്. അടുത്തിനി ഏത് ട്രിപ്പാണ്, എങ്ങോട്ടാ തെണ്ടാൻ പോവുക എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അടുത്ത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.